റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ US ചുമത്തിയ തീരുവയിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുമെന്ന് അറിയിച്ചു. സോച്ചിയിൽ ഇന്ത്യ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ബഹുരാഷ്ട്ര സമ്മേളനത്തിലാണ് റഷ്യയുടെ തീരുമാനം പുടിൻ അറിയിച്ചത്. ഇന്ത്യൻ ജനത രാജ്യത്തിനുമേൽ ചുമത്തിയ തീരുവ നീക്കത്തെ അംഗീകരിക്കില്ലെന്നും ദേശീയ താൽപര്യങ്ങൾ ഹനിക്കുന്നതും അപമാനകരവുമായ ഒരു തീരുമാനത്തിനും കൂട്ടുനിൽക്കില്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു തീരുമാനമെടുക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുടെ ഈ പുതിയ നീക്കത്തിലൂടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്നും പുടിൻ വ്യക്തമാക്കി. ഇന്ത്യൻ ജനത അവരുടെ ദേശീയ താൽപര്യങ്ങൾക്കും മുൻഗണനകൾക്കും വിരുദ്ധമായ തീരുമാനമെടുക്കില്ല. സ്വന്തം രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത് സഹിക്കുകയുമില്ല. ആരാലും അപമാനിക്കപ്പെടാൻ ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല. പ്രധാനമന്ത്രി മോദിയും അത്തരം തീരുമാനങ്ങൾ എടുക്കില്ലെന്നാണ് കരുതുന്നത്. റഷ്യയുടെ പ്രധാന പങ്കാളികൾക്കുമേൽ ഉയർന്ന തീരുവകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിയോട് പുടിൻ പ്രതികരിച്ചു. കഴിഞ്ഞ മാസം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ US തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിപണിയാണ് US. ട്രംപിന്റെ ഈ നീക്കം വലിയ ആഘാതം ഇന്ത്യക്ക് ഉണ്ടാക്കുമെന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ സുപ്രധാന പ്രഖ്യാപനം.